നിലമ്പൂരിലെ വാഹന പരിശോധനാ വിവാദത്തിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് നിയമപ്രകാരമുള്ള നടപടികളെന്ന് കളക്ടർ. വാഹന പരിശോധന നടത്തുന്നത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ്. ഈ പരിശോധനാ പ്രക്രിയ മുഴുവനും വീഡിയോയിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നും കളക്ടർ അറിയിക്കുന്നു. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ നടക്കുന്നതടക്കമുള്ള പരിശോധനകൾ സ്വാഭാവികമാണ് എന്നാണോ കളക്ടർ പറയുന്നത്? സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധന മാത്രമാണ് നിലമ്പൂരിൽ നടന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അരുൺകുമാർ, ഈ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് അത് വലിയ വാക്കുതർക്കമായി വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള വ്യക്തി ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മാധ്യമങ്ങളിലൂടെ വാർത്ത ശ്രദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ് റിലീസ് ഇറക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതായത് നിലവിലെ സംവിധാനത്തിൽ നേരത്തെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചതാണ്. ഇക്കഴിഞ്ഞ ജൂൺ 11 മാധ്യമങ്ങളെ കണ്ട സമയത്ത് തന്നെ ജില്ലാ പോലീസ് മേധാവിയും റിട്ടേണിംഗ് ഓഫീസറും മറ്റു പ്രധാന ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം അറിയിച്ചിരുന്നത് മണ്ഡലത്തിലെ പ്രധാന ഇടങ്ങളിലായി സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹന പരിശോധന നടത്തുമെന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. അത്തരമൊരു പരിശോധന മാത്രമാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. അത് ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഓരോ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിലും ഒരു ഗസറ്റഡ് ഓഫീസറായ ടീം ലീഡർ, 2 അംഗങ്ങൾ, ഒരു വീഡിയോഗ്രാഫർ, ഒരു സിവിൽ പോലീസ് ഓഫീസർ എന്നിവർ അടങ്ങുന്ന ഒരു സംഘമായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. അതിനാൽ വാഹന പരിശോധന നടത്തുന്നത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഉദ്യോഗസ്ഥർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതിനാൽ വാഹന പരിശോധന നടത്തുന്നത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം സംഭവിച്ചതാണ്. ഈ പരിശോധനാ പ്രക്രിയ മുഴുവനും വീഡിയോ രേഖപ്പെടുത്തുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും മറുവാദം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ പരിശോധിക്കും, നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ തന്നെ വിശദീകരണവുമായി വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതിൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചതിലാണ് ഇപ്പോൾ കളക്ടറുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത്തരം പരിശോധനകൾ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ടാണ്. അതിനോട് സഹകരിക്കണം എന്നാണ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയ പ്രസ് റിലീസിൽ പറയുന്നത്.